ശങ്കരാചാര്യമധ്യമാ മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർവശിന്യാധ്യാഭിസ്ത്വാ സഹജനനീ സഞ്ജിന്തയതി യഃ. സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർവചോഭിർ വാഗ്ദേവി വദനകമലാ മോദ മധുരൈ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശങ്കര. വളരെ സന്തോഷം. നമ്മുടെ ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ പുതിയ മുഖങ്ങളും പലരുമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഗുരുനാഥനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ തവണയായിട്ട് നമ്മുടെ സൗന്ദര്യ ലഹരിയും അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യ വിരചിത ഭജഗോവിന്ദവും എല്ലാം പഠനത്തിന് ശേഷമാണ് ഇന്ന് നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് കിടക്കുന്നത്. ഈ 2 ക്ലാസ്സുകളും നമുക്ക് വേണ്ടി എടുത്തു തന്നത് ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് ഞാൻ സംസാരിക്കട്ടെ. ഭാരതമെങ്ങും ഏറെ അറിയപ്പെടുന്ന സാംസ്കാരിക നായകനായിരുന്ന പരേതനായ ബ്രഹ്മശ്രീ പ്രൊഫസർ KK ശങ്കരൻ നമ്പൂതിരിയുടെയും ശ്രീമതി രാധാമണിയുടെയും പുത്രനായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി 1971 കൂടൽമനയിൽ ജനിച്ചു. കൂടൽമനയിലും അമ്മയുടെ ഗ്രഹമായ ഇഞ്ചൂർ മനയിലും ഉണ്ടായിരുന്ന സാംസ്കാരിക പാരമ്പര്യവും ശ്രീ ജയകൃഷ്ണൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ട്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഉപജ്ഞാതാക്കളിൽ ഒരാളായ ശ്രീ ജയകൃഷ്ണൻ നമ്പൂതിരി ഭാരതീയ സംസ്കൃതിയിൽ, അതായത് സംസ്കൃതം, വേദം, ജ്യോതിഷം, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, വൈദിക വൃത്തി, താന്ത്രിക വൃത്തി എന്നിവയിലെല്ലാം വേണ്ടത്ര പരിജ്ഞാനം സിദ്ധിച്ചിട്ടുള്ളയാളാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ്, MBA എന്നിവയും PhDയും എടുത്ത ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അഹം ബ്രഹ്മാസ്മി എന്ന ഈ പഠന പരമ്പരയിലൂടെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളെ അർത്ഥം അറിഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ സൗന്ദര്യ ലഹരി എന്ന കൃതിയും ഭജഗോവിന്ദം എന്ന പ്രകരണ ഗ്രന്ഥവും വളരെ ഭംഗിയായി പഠിപ്പിക്കുകയുണ്ടായി. അത് പലരും ഉപാസനയായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഭാരതത്തിന് പുറത്ത് ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഔദ്യോഗിക വൃത്തി ചെയ്തു വരുന്നു. ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരിയെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ഈ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ജയശങ്കര. അഭിവാദേ കൃഷ്ണശർമാ നാമ അഹമസ്മി ഭോ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ
മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സ കർത്താ കാവ്യാനാം ഭവതി മഹദം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈः. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. മാധവോ മാധവോ വാക്യം മാധവോ മാധവോ ഹരി സ്മരന്തി സാധവോ നിത്യം സർവകാര്യേഷു മാധവം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. നമ്മൾ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ നാമധേയത്തിലുള്ള ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ അഹം ബ്രഹ്മാസ്മി എന്ന പ്രോഗ്രാം നമ്മുടെ മൂന്നാമത്തെ സെഷനാണ്. അപ്പോൾ ഇന്ന് പല പുതിയ മുഖങ്ങളും കാണുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനെ ഒന്ന് ക്രോഡീകരിക്കാം. ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഈ ട്രസ്റ്റിനെ കുറിച്ച് ചെറിയ വാചകങ്ങളിലൂടെ സംക്ഷിപ്തപ്പെടുത്താം. അതിനുശേഷം ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ ചരിത്രത്തെക്കുറിച്ച് ചെറുതായിട്ട് ഒന്ന് പറയാം. പിന്നീട് ശങ്കര കൃതികളെ കുറിച്ചൊന്ന് പറയാം. അതിനുശേഷം ഭഗവത്ഗീതയ്ക്ക് ആദ്യമായി ഭാഷ്യം എഴുതിയത് ശങ്കരാചാര്യസ്വാമികളാണ്. ആ ശങ്കര ഭാഷ്യത്തിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. അതിനുശേഷം ഭഗവത്ഗീതയുടെ മാഹാത്മ്യവും കൂടെ ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിന് ശേഷം പിന്നീടുള്ള ക്ലാസ്സുകൾ നമുക്ക് ആദ്യം പ്രാർത്ഥന. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ പഠിച്ചു. അതിനുശേഷം അർത്ഥമറിഞ്ഞ് ഓരോ ദിവസം 4-5 ശ്ലോകങ്ങൾ വെച്ച് പഠിക്കാം. എല്ലാ ദിവസവും ഏതാണ്ട് അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ മാക്സിമം നമുക്ക് എടുക്കാം എന്ന് ചിന്തിക്കുന്നു. ഇന്ന് ഒരുപക്ഷെ ഒരല്പം നേരം കൂടി പോകുമോ എന്തോ. ഏതായാലും ഞാൻ ഒന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ജഗദ്ഗുരു ഒന്നാമത്തേത് ഇത് പുരുഷോത്തമ മാസമാണ്. അപ്പോൾ ഈ പുരുഷോത്തമ മാസത്തിൽ തന്നെ ഭഗവത്ഗീത പഠനം സാധ്യമാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹീതമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടല്ല. ആദ്യം വിചാരിച്ചു 12-ാം തീയതി തുടങ്ങാം. അപ്പോൾ ഞാൻ പറയുകയായിരുന്നു ജ്യോതിഷനോട്, എന്തോ മനസ്സ് പറയുന്നു 19-ന് തുടങ്ങാം എന്ന്. അങ്ങനെ പറഞ്ഞാണ് 19-ാം തീയതി വെച്ചത്. എന്തുകൊണ്ടെന്ന് അറിഞ്ഞില്ല. പിന്നീട് പുരുഷോത്തമ മാസം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണോ ഇത് പുരുഷോത്തമ മാസം തുടങ്ങിയല്ലോ എന്ന് മനസ്സിലായത്. ആ ചിന്തയും വന്നു. അപ്പോൾ ഇത് അറിഞ്ഞോ അറിയാതെയോ ഇതൊരു നിമിത്തമായി മാറി എന്നും കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ആദ്യമായിട്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇന്നേക്ക് 5 വർഷം മുമ്പ് കാലടി ആസ്ഥാനമാക്കി രൂപീകൃതമായി. ഇത് രൂപീകൃതമായിരിക്കുന്ന പൂർണ്ണമായിട്ടും ഭാരതത്തിൻ്റെ 1882 ആക്ട് ഓഫ് ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് ഉണ്ടായിരിക്കുന്ന നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായ ധർമ്മം, വിഷൻ എന്ന് പറയുന്നത് സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുക ആചരണത്തിലൂടെ എന്നുള്ളതാണ്. ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അദ്വൈത സിദ്ധാന്തം ജീവാത്മാവിൽ നിന്നുകൊണ്ട് പരമാത്മാവിലേക്ക് എത്തുന്ന ആ പരമമായ സിദ്ധാന്തത്തെ ലോകമെമ്പാടും ലോക നന്മയ്ക്ക് വേണ്ടി ശങ്കരോതി ഇത് ശങ്കര എന്നാണ്. അതായത് മംഗളം, എല്ലാവർക്കും ലോകത്തിന് മംഗളം ഉണ്ടാകട്ടെ. അതുതന്നെയാണ് ശങ്കരൻ എന്ന നാമധേയം തന്നെ. ശങ്കരോതി ഇത് ശങ്കര. അങ്ങനെ ശങ്കരൻ്റെ പാതകളെ പിന്തുടർന്നുകൊണ്ട് നമ്മളും അത് തന്നെ പരിപാലിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ട്രസ്റ്റിനും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന രൂപീകൃതമായിരിക്കുന്നത്. ഇന്ന് ലോകമെമ്പാടുമായിട്ട് ഏതാണ്ട് 40ഓളം ചാപ്റ്ററുകൾ പ്രവർത്തിച്ചു വരുന്നു. ആദ്യമായിട്ട് നമ്മൾ സംസ്കൃതം പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 360-400ഓളം കുട്ടികൾ സംസ്കൃതം പഠിച്ചു.
ആദ്യം ഒരു 10 മാസത്തെ ബാച്ച് ഉണ്ടായി. കാരണം സംസ്കൃതത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഭാരതീയ സംസ്കൃതികളെ വളരെ പെട്ടെന്ന് അറിയുവാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് സംസ്കൃതം പഠിപ്പിച്ചു. 2 ബാച്ചുകളിലായിട്ട് ഇംഗ്ലീഷിൽ പരിഭാഷയും മലയാളത്തിൽ പരിഭാഷയുമായിട്ട് ഏതാണ്ട് 10 മാസം പഠിപ്പിച്ചു. ആദ്യത്തെ സെഷൻ. രണ്ടാമത്തെ സെഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഉമാ വയപ്പുറവും അതേപോലെ തന്നെ പ്രൊഫസർ മഞ്ജുഷയുമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്വൈത ലഹരി എന്ന് പറയുന്ന ഉദാത്തമായ ഒരു പ്രോഗ്രാം നടത്തി വരുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നത് ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. അദ്ദേഹം ഭാഗവതം, വേദം മുതൽ വേദാന്തം, വേദാംഗം, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, സുനത് സജാതീയം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 4 വർഷമായിട്ട്. അതോടൊപ്പം തന്നെ സനാതന ധർമാമൃതം എന്ന് പറയുന്ന ഒരു പ്രഭാഷണ പരമ്പരയും സനാതനധർമ്മത്തെക്കുറിച്ച്, ഭാരതീയ സംസ്കൃതിയെക്കുറിച്ചുമുള്ള പ്രഭാഷണ പരമ്പര മഹാത്മാക്കളാൽ നടത്തി വരുന്നു. കാരണം സന്തുക്കളുടെ ശ്രവണമാണ്, അവരെ ശ്രവിക്കുകയാണ് നമുക്ക് ഏറ്റവും ഉദാത്തമായി ചെയ്യാവുന്നത്. പിന്നീട് ദിഗ്വിജയം, മാതാജി ജ്ഞാനാഭനിഷ്ഠ വളരെ ഭംഗിയായിട്ട് ശങ്കരകൃതികളെ അർത്ഥമറിഞ്ഞ് താത്വികമായ രീതിയിൽ അവലോകനം ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതുല്യ ഭാരതം എന്ന നാമധേയത്തിൽ ഭാരതത്തിലെ മിക്കവാറും എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കുന്നു. നമ്മൾ വൈശാഖമാസ പുണ്യം, 1 മാസം വൈശാഖമാസം നമ്മൾ സത്സംഗമായിട്ട് ആചരിക്കുന്നുണ്ട്. രാമായണ മാസക്കാലത്ത് നമ്മളെല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് വന്നുകൊണ്ട് നാം രാമായണം വായിക്കുന്നു. അതേപോലെ തന്നെ നവരാത്രി മാസങ്ങളിൽ നമ്മൾ ഒന്നിച്ച് നവരാത്രി കൂടുന്നു. ഇങ്ങനെ അനവധി ഭാരതീയ സംസ്കൃതികളെ, അതുകൂടാതെ സത്സംഗങ്ങൾ വൈകുന്നേരങ്ങൾ ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച വൈകിട്ടുമൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളെ അർത്ഥമറിഞ്ഞ് ഉപാസനാക്രമത്തിലായിട്ട് പഠിക്കുകയാണ് ഇത് ചെയ്യുന്നത്. പുരുഷാർത്ഥങ്ങൾ നേടുവാൻ വേണ്ടി എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഇത് സാധൂകരിക്കുന്നത്. പിന്നീട് നമ്മൾ ബാലശങ്കരം, വരുന്ന തലമുറ കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ബാലശങ്കരം എന്ന ഒരു പ്രോഗ്രാം നാം നടത്തി വരുന്നുണ്ട് കുട്ടികൾക്കായിട്ട്. ശ്രീമതി ഉഷാദേവിയാണ് ആ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ശ്രീമതി മെഡിറ്റേഷൻ നടത്തി വരുന്നു, ധ്യാനം. പിന്നീട് ക്ഷേത്രായണം, ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നാശോന്മുഖമായിരിക്കുന്ന ക്ഷേത്രങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അവ ചെയ്യുകയും നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരു ആത്മായനം എന്ന് പറയുന്ന, ആദ്യമായിട്ട് 107 പേരുമായിട്ട് നമ്മൾ ചാർധാമിലാണ് പോയത്. യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്. പിന്നീട് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് എല്ലാ വർഷവും 2 പ്രാവശ്യമായിട്ട് 50ഓളം ആൾക്കാരുമായിട്ട് നാം യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് ശങ്കരഗ്രാമം എന്ന പേരിൽ ചില ഗ്രാമങ്ങൾ ഏറ്റെടുത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ഏറ്റെടുത്ത കാലടിയിലാണ്. 18 കുടുംബങ്ങളുള്ള ഒരു കുടുംബത്തെ, ഒരു ഗ്രാമം നാം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടുന്ന സകല സൗകര്യങ്ങളും ഒരു സ്കിൽ സെറ്റും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇതെല്ലാമാണ് ആദിശങ്കര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ദീർഘവീക്ഷണത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു ആസ്ഥാന മന്ദിരം കാലടിയിൽ ഉണ്ടാവണമെന്നും എല്ലാ മനുഷ്യരിലും എല്ലാവർക്കും വേദം, പുരാണം ഇവയെല്ലാം വളരെ പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകുന്ന ഒരു സർവകലാശാല പോലെ സ്ഥാപിക്കണമെന്നുമാണ് നാം ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ശങ്കരഭവനങ്ങളും ഗോശാലകളും ആയുർവേദ റിസർച്ച് ഫൗണ്ടേഷനും എല്ലാം എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാം പ്രവർത്തിച്ചു വരുന്നു. ഇതാണ് നമ്മുടെ വൃത്തം ആദിശങ്കര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനെ കുറിച്ച് പറയുവാനുള്ളത്. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ജനനം BC 504 ആണ് എന്നും AD 788 ആണ് എന്നും 2 പാഠഭേദങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഏതായാലും ശ്രീ രാഘവപുരം ട്രസ്റ്റിൻ്റെയും ശൃംഗേരി മഠത്തിൻ്റെയൊക്കെ റെക്കോർഡ്സിൽ BC 504 എന്നാണ്. ഞാനും അതുതന്നെ വിശ്വസിക്കുന്നു. ഏതായാലും യാതൊരു തർക്കവുമില്ലാത്ത ഒന്ന്, കാലടിയിൽ കൈപ്പിള്ളി മനയ്ക്കൽ ശിവഗുരുവിൻ്റെയും അതുപോലെ തന്നെ മേൽപ്പാഴൂർ മനയ്ക്കൽ ആര്യാമ്പയുടെയും മകനായിട്ട് കാലടിയിൽ അദ്ദേഹം, നേരത്തെ നമ്മൾ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ, അജ്ഞാനാന്തർഗഹന പതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവതവശികാ താപപാപാച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശരതി ഭുവനെ ശങ്കരാചാര്യരൂപ. സാക്ഷാൽ ദക്ഷിണാമൂർത്തി
ഈ ഭൂമിയിലുണ്ടായിരിക്കുന്ന അജ്ഞാനത്തെ തുടച്ചു നീക്കുവാൻ വേണ്ടി അന്ന് ബുദ്ധമതങ്ങളും ജൈനമതങ്ങളും എല്ലാം നശിച്ചു, സനാതനധർമ്മവും നശിച്ച് വളരെ ക്ഷയമായിട്ടിരിക്കുകയായിരുന്നു. അതിലോട്ട് ഞാൻ കടക്കുന്നില്ല സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട്. അപ്പോൾ അതെല്ലാം നശിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് എങ്ങനെ ആ ഒരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനനിരതനായിരിക്കുന്ന സാക്ഷാൽ ദക്ഷിണാമൂർത്തി അദ്ദേഹത്തിൻ്റെ ധ്യാനം വെടിഞ്ഞ് ഭാരതഭൂമിയിൽ കാലടിയിൽ വന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് ശങ്കരാചാര്യസ്വാമികളായിട്ട് ജന്മമെടുത്തത് എന്നാണ്. അങ്ങനെ ജന്മമെടുത്തതിന് ശേഷം എന്താണ്? അഷ്ടവർഗേ ചതുർവേദി ദ്വാദശേ സർവശാസ്ത്രവിത് ഷോഡശേ കൃതവാൻ ഭാഷ്യം ദ്വാത്രം ശകേ മുനിരഭ്യകാം. അഷ്ടവർഗേ 8-ാം വയസ്സിൽ ചതുർവേദം, എല്ലാ 4 വേദങ്ങളും ഏതാണ് വേദങ്ങൾ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പൊ അഷ്ടവർഗേ ചതുർവേദി 4 വേദങ്ങളും അദ്ദേഹം പഠിച്ചു. പിന്നീടോ ദ്വാദശേ സർവശാസ്ത്രവിത്, 12-ാം വയസ്സായപ്പോഴത്തേക്ക് എല്ലാ ശാസ്ത്രങ്ങളും ആയുർവേദം, ധനുർവേദം, മറ്റ് പുരാണങ്ങൾ, ശാസ്ത്രങ്ങൾ മുഴുവൻ അദ്ദേഹം ഹൃദിസ്ഥമാക്കി എന്നാണ്. അപ്പം പഠനം പൂർത്തിയാക്കി 12 വയസ്സിൽ. പിന്നീടോ ഷോഡശേ കൃതവാൻ ഭാഷ്യം, 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഭാഷ്യം നൽകി. എന്തിന് ഭാഷ്യം നൽകി? ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം നൽകി. പിന്നീടോ ദശോപനിഷത്തുകൾക്ക്, ഏതാണ്? ഈശാവാസം, കേനോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ഐതരേയോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, ഛാന്തോഗ്യോപനിഷത്ത്, ഇങ്ങനെ 10 ഉപനിഷത്തുകൾക്ക് അദ്ദേഹം ഭാഷ്യം നൽകി. അതിനുശേഷം ആദ്യമായിട്ട് ഭഗവത്ഗീതയ്ക്കും ഭാഷ്യം നൽകി എന്നുള്ളതാണ്. ഇതിനെയാണ് പ്രസ്ഥാനത്രയി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നാമും ഭഗവത്ഗീത പഠിക്കുവാൻ തുടങ്ങുന്നത്. നമ്മൾ ശങ്കരകൃതികൾ പഠിച്ചു തുടങ്ങിയിരുന്നു. അപ്പൊ ശങ്കരൻ ഭാഷ്യം എഴുതിയ ആദ്യമായിട്ടൊരു ഭാഷ്യം ആരെങ്കിലും ഭഗവത്ഗീതയ്ക്ക് എഴുതിയ ശങ്കരനാണ് എന്നുള്ളത് കൊണ്ടും ശങ്കരന്റെ പിൻഗാമികളായ നമ്മൾ ഈ കാലത്ത് ജീവൻ മുക്തിക്ക് വേണ്ടി ഭഗവത്ഗീതയും പഠിക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ശങ്കരാചാര്യസ്വാമികൾ ഈ ഭാഷ്യങ്ങൾക്ക് ശേഷം ഏതാണ്ട് 33ഓളം മൂലഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. പിന്നീട് 62ഓളം സ്തോത്രകൃതികൾ, 62 പറയുന്നു, 64 പറയുന്നു. ഞാൻ 62 കണ്ടിട്ടുണ്ട്. 62 സ്തോത്രകൃതികൾ രചിച്ചിട്ടുണ്ട്. പിന്നീട് മന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. അതായത് പ്രപഞ്ചസാരം എന്ന് പറയുന്ന ഒരു വലിയ മഹാഗ്രന്ഥമുണ്ട്. ഇത് 32 വോള്യൂമായിട്ടാണ് രചിച്ചിരിക്കുന്നത്. പിന്നീട് സപര്യാഹൃദയം. ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ കേരളീയ പൂജാവിധികൾ, ഈ ഭഗവാനെ ആവാഹിച്ച് ഈ താന്ത്രിക വിധി മുഴുവൻ ഉണ്ടാക്കിയത് ശങ്കരാചാര്യസ്വാമികളാണ്. ഇതിന് ശങ്കരസ്മൃതി എന്ന പേരിൽ ഒരു പുസ്തകം ഉണ്ട്. അദ്ദേഹമാണ് രചിച്ചത് എന്നും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് എന്നും പറയുന്നു. ഏതായാലും അതും അദ്ദേഹമാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ അതിഗഹനങ്ങളായ വേദാന്ത തത്വങ്ങളെ വളരെ സ്പഷ്ടമായിട്ടും സമ്പുടമായിട്ടും അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനിനി ഭഗവത്ഗീതയിലേക്ക് കടക്കാം. അപ്പോൾ ഭഗവത്ഗീതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ സൗന്ദര്യലഹരി പഠിക്കുകയുണ്ടായി. ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികളുടെ ഉദാത്തമായ കൃതികൾ, ഭാരതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും നല്ല കൃതികളിൽ നിന്നാണ്. അത് കഴിഞ്ഞായിരിക്കാം ഒരുപക്ഷെ ഭർതൃഹരിയുടെയും പിന്നെ കാളിദാസ കാവ്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിലെല്ലാം ഉപരിയായിട്ട് അതിമനോഹരമായിരിക്കുന്ന കാവ്യസൃഷ്ടിയാണ് സൗന്ദര്യലഹരി. ആ സൗന്ദര്യലഹരി ഉപാസനാക്രമം നാം പഠിച്ചു, തന്ത്രവിധിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിനുശേഷം ഭജഗോവിന്ദം, പുരുഷാർത്ഥങ്ങളെ എങ്ങനെ ഈ ജീവിതത്തിൽ നേടാം എന്നതിന് നാം ഭജഗോവിന്ദം അർത്ഥം അറിഞ്ഞ് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ എന്താണ്, ശങ്കരഭാഷ്യത്തിലൂടെ ഭഗവത്ഗീതയെ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഭഗവത്ഗീതയുടെ മാഹാത്മ്യം ഈ ശങ്കരഭാഷ്യത്തിലൂടെ നമുക്ക് ചിന്തിച്ചു നോക്കാം. അപ്പോൾ രണ്ടാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഭഗവത്ഗീതയും ഭാഗവതവും രണ്ടും വളരെ വിശിഷ്ടമാണ്. രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ്? പാർത്ഥായ പ്രതിബോധിതം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം
അഷ്ടാദശാധ്യായിനീം അംഭത്വാമനുസന്ധതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി. അതായത് ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്ന മഹത്തായ കൃതി സാക്ഷാൽ നാരായണനാൽ, നോക്കൂ, പാർത്ഥായ പ്രതിബോധിതം എന്നാണ്. സാക്ഷാൽ നാരായണനാൽ പ്രതിബോധിതനായിക്കൊണ്ട്, എങ്ങനെ, മുമ്പിൽ നിന്നുകൊണ്ടാണ് ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? അർജുനന് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ലോക നന്മയ്ക്ക് വേണ്ടി അർജുനൻ ഉപദേശിച്ചിരിക്കുന്നു. അതെന്താണ് ശങ്കരഭാഷ്യത്തിൽ പറയുന്നത് എന്ന് ഞാനൊരു ഉപക്രമണികയിലൂടെ ഞാൻ കടന്നു പോകാം. അതോടൊപ്പം തന്നെ ഭാഗവതം എന്താണ്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരെ. ശ്രീകൃഷ്ണന്റെ ലീലകളെ കൊണ്ട് വർണ്ണിച്ചിരിക്കുന്ന സാക്ഷാൽ ഭാഗവതം ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ദാനം ചെയ്യുക, അതേപോലെ തന്നെ ഭാഗവതം ദാനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലും വളരെ മഹാപുണ്യമാണെന്നാണ് പറയുന്നത്. ശതപുസ്തകദാനം ച ഗീതായ പകരോതിയ എന്നാണ്. അപ്പൊ അത്ര മഹാത്മ്യമുള്ളതാണ് ഭഗവത്ഗീതയും ഭാഗവതവും. നമ്മളിപ്പോൾ ഭഗവത്ഗീതയിലോട്ട് ശങ്കര ഭാഷ്യത്തിൻ്റെ ഒരു ഉപക്രമണിക എന്ന രീതിയിൽ ഞാൻ ഒന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പം ഇതൊരു പ്രഭാഷണമല്ല, ഞാൻ പറയാം. ഇത് നമ്മൾ പതുക്കെ എല്ലാവരെയും ഭഗവത്ഗീതയിലെ ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു എളിയ പരിശ്രമം മാത്രമാണ്. അപ്പം ഇതിനകത്ത് ചിലപ്പോൾ വിജ്ഞാനികളായ ആൾക്കാർക്ക്, വിജ്ഞന്മാർക്ക് വിയോജിക്കാൻ വകയുണ്ടാവുമെങ്കിലും വിദ്യാർത്ഥിക്കു പിഴച്ചിടാൻ ഇടയാവാതിരിക്കണേ എന്ന പ്രാർത്ഥനയോടും കൂടിയാണ് ഞാൻ ആ ഉപക്രമണയിലോട്ട് കടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് ഇത് പറയുന്നത്? നാരായണ പരോ അവ്യക്താദണ്ഡം അവ്യക്ത സംഭവം അണ്ടസ്യാന്തസ്തു മേ ലോക സപ്തദ്വീപാജമേദിനി. നാരായണപരോ, നാരായണപരോ, സാക്ഷാൽ ആ നാരായണനെ ആധാരമാക്കിയുള്ളത് എന്നാണ്. ശങ്കരഭാഷ്യത്തിലോട്ടാണ് ഞാൻ കടന്നിരിക്കുന്നത്. സാക്ഷാൽ നാരായണനെ ആസ്ഥാനമാക്കിയുള്ള, നാരായണനെ ആധാരമാക്കിയിട്ടുള്ള അവ്യക്താദണ്ഡം അവ്യക്ത സംഭവം, അവ്യക്തമായിരിക്കുന്ന അണ്ഡം. എന്താണ്? അവ്യക്തമായിരിക്കുന്ന, അല്ലെങ്കിൽ കാണുവാൻ വയ്യാത്ത, അല്ലെങ്കിൽ പ്രകടമല്ലാതിരിക്കുന്നതായിരിക്കുന്ന ആ അണ്ഡം, അവ്യക്ത സംഭവം. അതിൽ നിന്നും സംഭവിച്ചിരിക്കുന്നു എന്ത്? അണ്ടസ്യന്തസ്തുമേ ലോക സപ്തദ്വീപാചമേദിനി. ആ അവ്യക്തതയിൽ നിന്നും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അണ്ഡം, ബ്രഹ്മാണ്ടത്തെയാണ്. ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കപ്പെട്ടു. അതോടൊപ്പം എന്താണ്? സപ്തലോകങ്ങളെയും. ഏതാണ് സപ്തലോകങ്ങൾ? ഊർധ്വലോകങ്ങൾ എന്ന മുകളിലേക്കും അധോലോകം എന്ന താഴേക്കുമുണ്ട്, അല്ലേ? അതൊക്കെ നമുക്ക് ഏവർക്കും അറിയാം. ഭൂലോകം, ഭൂവർലോകം, സുവർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നാണ്. തപോലോകത്തിലാണ് പ്രചേതസ്സുകൾ തപസ്സിരിക്കുന്നതെന്നാണ്. ഇങ്ങനെയുള്ള ലോകം മുകളിലേക്ക്, ഭൂമി മുതൽ മുകളിലേക്ക് 7 ലോകങ്ങളും, ഭൂമി മുതൽ താഴേക്ക് അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, രസാതലം, പാതാളം, അല്ലേ? അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, ഇങ്ങനെ 7 എണ്ണം. ഇത് തലാതലത്തിന്റെ ചക്രവർത്തിയായിട്ടാണ് വാമനനെ അവതരിപ്പിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ നാരായണനിൽ നിന്നും അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മാണ്ടത്തെയും അതേപോലെ ഈ 14 ലോകങ്ങളെയും ഭൂമിയോടൊപ്പം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഭൂമിയും അങ്ങനെ ബാക്കി 13 ലോകങ്ങളും ചേർന്ന് 14 ലോകങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. പിന്നീടോ അതിനുശേഷം പ്രജാപതികളെ സൃഷ്ടിച്ചു. ഏതാ പ്രജാപതികൾ? മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, വസിഷ്ഠൻ, ദക്ഷൻ, ഭൃഗു, നാരദൻ, കശ്യപൻ, കർദമൻ, രുചി. ഇങ്ങനെയുള്ള പ്രജാപതികളെയും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ എന്താണ് ശങ്കരൻ പറയുന്നത്? പ്രജാപതികളെയും സൃഷ്ടിച്ചതിന് ശേഷം വേദോക്തമായിരിക്കുന്ന, അതായത് വേദത്തിൽ നിന്ന് മുക്തമായിരിക്കുന്ന, വേദത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ വേദം പറയുന്ന പ്രവൃത്തി ലക്ഷണമായിട്ടുള്ള ധർമ്മത്തെ, പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മത്തെ ഇവരെ കൊണ്ട് സ്വീകരിപ്പിച്ചു എന്നാണ്. ആരെ കൊണ്ട്? ഈ പ്രജാപതികളെ കൊണ്ട്.
അപ്പൊ പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന വേദോക്തമായിരിക്കുന്ന ധർമ്മത്തെ പ്രജാപതികളെ ഏൽപ്പിച്ചു. നിങ്ങൾ ഇതിനെ പരിപാലിപ്പിച്ച് എല്ലാവരെയും ഏൽപ്പിക്കുവാൻ പറഞ്ഞു. പിന്നീട് സനകാദികളെ സൃഷ്ടിച്ചു എന്നാണ്. ആരാണ് സനകാദികള്? സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ, ഇങ്ങനെയുള്ളവരെ കൂടെ സൃഷ്ടിച്ചു. അപ്പൊ ഇവരെയും സൃഷ്ടിച്ചതിന് ശേഷം ഇവർക്ക് വേദോക്തമായിരിക്കുന്ന ജ്ഞാനവൈരാഗ്യ ലക്ഷണങ്ങൾ, ജ്ഞാനം വൈരാഗ്യം ഒക്കെയാണ് അവർക്ക്. അതുകൊണ്ടാണല്ലോ അവരിപ്പോഴും ജ്ഞാനവൈരാഗ്യങ്ങളായിട്ട് നടക്കുകയാണ്. ആ ജ്ഞാനവൈരാഗ്യ ലക്ഷണമായിരിക്കുന്ന നിവൃത്തിധർമ്മത്തെയും സ്വീകരിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഭഗവത്ഗീത പറയുന്ന രണ്ട് ധർമ്മങ്ങളാ, പ്രവൃത്തി ലക്ഷണമായ ധർമ്മവും നിവർത്തി ലക്ഷണമായ ധർമ്മവും എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. ഇങ്ങനെയുള്ള ഈ രണ്ടാമത് പറഞ്ഞത് ഏത്, ഈ ഇപ്പം സനത്കുമാരന്മാര് സ്വീകരിച്ചിരിക്കുന്നതിന് പ്രവൃത്തി ലക്ഷണമെന്നും നിവൃത്തി ലക്ഷണമെന്നും ആദ്യം ഞാൻ പറഞ്ഞത് പ്രവൃത്തി ലക്ഷണമെന്നും പ്രജാപതികൾക്ക് പ്രവൃത്തി ലക്ഷണമെന്നും രണ്ടാമതുള്ള നിവൃത്തി ലക്ഷണമായ ധർമ്മവും കൊടുത്തു. അപ്പൊ ഇവയെല്ലാം എന്താ, ജഗത്തിന്റെ സൃഷ്ടിക്ക് ഹേതുവായിരിക്കുന്നതും അതേപോലെ തന്നെ പ്രാണികൾക്ക് മുഴുവൻ, നമുക്ക് എല്ലാവർക്കും, സകല ജീവജാലങ്ങൾക്കും സാക്ഷാത് അഭ്യുദയത്തിനും മുക്തിക്കും ഹേതുവുമായിരിക്കുന്ന ധർമ്മത്തെ ശ്രേയസ്സിനെ ഇച്ഛിക്കുന്ന എല്ലാ വർണ്ണങ്ങളും അതായത് വർണ്ണം എന്ന് ഞാൻ പറയാൻ കാര്യം, ഭാരതത്തിന്റെ ജാതി അടിസ്ഥാനത്തിൽ തിരിച്ചിരുന്നില്ല. ഭാരതത്തിൽ ഉണ്ടായിരുന്നത് ഭാരത സംസ്കൃത വിധി പ്രകാരം വർണ്ണങ്ങളാണ്. അപ്പൊ സകല വർണ്ണങ്ങളെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അപ്പൊ പിന്നെ അങ്ങനെയാണോ എന്ന് വെച്ചാൽ അതെ. എന്തുകൊണ്ടാണ്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനാവുന്നത്, കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവുന്നത്. ബ്രഹ്മജ്ഞാനേഷു ബ്രാഹ്മണ, ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അതുകൊണ്ടാണ് ബ്രാഹ്മണസ്യ മുഖമാസീൻ ബാഹൂര അജന്യകൃത ഉരു തദ്വേഷഭ്യാം ശൂദ്രോ അജായത എന്ന് പറഞ്ഞത്. അപ്പോൾ വിദ്യാഭ്യാസം ചെയ്ത് ഭഗവാനെ അറിയുന്നവൻ ബ്രാഹ്മണൻ, ഉദ്യോഗം ചെയ്ത് കർമ്മങ്ങളെല്ലാം നടത്തി ജഗത്തിനെ പരിപാലിക്കുന്നവനായിട്ട് വൈശ്യൻ, രക്ഷിക്കുന്നവനായിട്ട് രാജാവ്, കഠിനമായ ജോലികളെല്ലാം എടുക്കുന്നയാൾ ശൂദ്രൻ. ഇങ്ങനെ വർണ്ണവ്യവസ്ഥയെ ഭാരതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വർണ്ണവ്യവസ്ഥകളെല്ലാം തന്നെ വൈദിക ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിൽക്കാലത്ത് എന്തുപറ്റി? എല്ലാവരും കാലക്രമേണ കാമോദ്ഭവം കൊണ്ട് എല്ലാവർക്കും സ്വന്തം, ഇന്നങ്ങനെയല്ല, നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. നമുക്ക് ഈ മെറ്റീരിയലിസ്റ്റിക് ആണ് നമ്മളെല്ലാം. ഈ മെറ്റീരിയലിസ്റ്റിക് ജീവിതത്തിൽ കാമോദ്ഭവം കൊണ്ട് ഇവയെല്ലാം ഓരോ കാര്യങ്ങളും സ്വാധിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് കാലക്രമം കൊണ്ട് പതുക്കെ നമ്മളുടെ ഈ ഇങ്ങനെയുള്ള ആചാരങ്ങളും ധർമ്മവും എല്ലാം നഷ്ടപ്പെട്ടു. വിവേകവും ജ്ഞാനവും ക്ഷയിച്ചു. അത് നിമിത്തം ധർമ്മക്ഷയമുണ്ടായി തുടങ്ങി. പിന്നീട് അധർമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതാണല്ലോ നാം ഇപ്പോഴും കാണുന്നത്, അല്ലേ? അങ്ങനെ അധർമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാക്ഷാൽ ജഗത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി, വൈദികമായിരിക്കുന്ന ഈ ധർമ്മത്തെ രക്ഷിക്കുവാനായിട്ട് ആദികർത്താവായിരിക്കുന്ന നാരായണൻ, സാക്ഷാൽ നാരായണൻ മഹാവിഷ്ണു സദാ എന്താണ്, കൃഷ്ണനായിട്ട് സകല ഐശ്വര്യശക്തിയും ബലവീര്യ തേജസ്സുകളോടുകൂടിയും ത്രിഗുണാത്മകമായിട്ട്, ത്രിഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വം, തമസ്, രജസ് ഇവയെല്ലാം കൂടി അഷ്ടൈശ്വര്യത്തോടു കൂടി. എന്താണ് അഷ്ടൈശ്വര്യം എന്ന് പറഞ്ഞാൽ? അണിമാ മഹിമാ ചൈവ ഗരിമാ ലഘിമാ തഥ ഈശിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാകാരമശ്നുതേ. ഇങ്ങനെയുള്ള സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ എന്ന നാമധേയത്തില് ലോകസംഗ്രഹത്തിന് വേണ്ടി അവതാരം ചെയ്യപ്പെട്ടു എന്നാണ്. അപ്പോ ഭഗവാൻ മനുഷ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാർത്ഥത്തില് അജനാണ്, ജനനമില്ലാത്തവനാണ്, അവിനാശിയാണ്, നാശമില്ലാത്തവനാണ്. അപ്പൊ വേടന്റെ അമ്പ് കൊണ്ട് മരിച്ചൂലോ? ഇല്ല. അതെല്ലാം ഒരു ജീവിതത്തിൽ രാമൻ കാണിച്ചു തന്ന പോലെയുള്ള കാട്ടായങ്ങളാണ്. സ്വഭാവേന നിത്യനും ശുദ്ധനും ബുദ്ധനും മുക്തനുമായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ തനിക്ക് യാതൊരു പ്രയോജനമില്ലെങ്കിലും ഈ ഭൂമിയിലെ ജീവികളെ അനുഗ്രഹിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറഞ്ഞ നിവർത്തി ലക്ഷണവും പ്രവർത്തി ലക്ഷണമുള്ള ധർമ്മങ്ങളെയും നമുക്ക് എങ്ങനെ പറഞ്ഞു തരാം എന്ന് അതിനുവേണ്ടി ശോകമഹാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന അർജുനനെ കണ്ട് ഈ രണ്ട് വൈദിക ധർമ്മങ്ങളും ഉപദേശിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഗുണാധികന്മാരായവരെ സ്വീകരിച്ച് അനുഷ്ഠിച്ചാൽ അധികം പ്രചാരം എന്ന് വിചാരിച്ച ഭഗവാനാണ് ഇത് അർജുനന് ഉപദേശിച്ചത്.
അതെവിടെ ഉപദേശിച്ചതായിട്ടാണ്? വ്യാസൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പാർത്ഥായ പ്രതിബോധിതം കഥയിലെ ഭീഷ്മപർവത്തില് 18 അധ്യായങ്ങളിലായിട്ട് 700 ശ്ലോകങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നു വ്യാസൻ എന്നുള്ളതാണ്. അപ്പൊ വിഷാദനായി നിൽക്കുന്ന അർജുനന്റെ മുഖത്ത് അതാണ് പാർത്ഥായ പ്രതിബോധിതം. സാക്ഷാൽ ഭഗവാൻ നമുക്ക് ഏവർക്കും വേണ്ടി പറഞ്ഞു കൊടുത്തതാണ് സാക്ഷാൽ ഭഗവത്ഗീത എന്നുള്ളതാണ്. അപ്പോ ഈ ഗീതാശാസ്ത്രം എല്ലാ വേദാർത്ഥങ്ങളുടെയും സാരമാണ്. ഇത് മനസ്സിലാക്കിയെടുക്കുവാനും വളരെ പ്രയാസമാണ്. ഇത് പറഞ്ഞ് അനവധി വ്യാഖ്യാതങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അനവധി വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പല ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, അതിനെ പദം പ്രതി വ്യാഖ്യാനിച്ച് പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവയിലെല്ലാം തന്നെ ഗൃഹസ്ഥന്മാരായിരിക്കുന്ന ഈ സംസാര ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക്, ലൗകിക സുഖങ്ങൾ മാത്രം കാക്ഷിക്കുന്ന നമുക്ക് അന്യോന്യവിരുദ്ധങ്ങളായിരിക്കുന്ന അർത്ഥങ്ങളെയാണ് പഠിപ്പിക്കുന്നത് എന്നും പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അനേക അർത്ഥങ്ങളോടുകൂടിയും ഈ ഭഗവത്ഗീത പ്രത്യക്ഷപ്പെട്ട് കാണുന്നുണ്ട് പലയിടത്തും. അതിനാൽ നമ്മൾ ശങ്കരഭാഷ്യത്തോടു കൂടിയും മറ്റു ചില അനാലിസിസും ഒക്കെ നടത്തിക്കൊണ്ട് അർത്ഥനിർണയം ചെയ്ത് സംക്ഷേപമായിട്ട് നമുക്ക് പഠിച്ച് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഇവിടെ നിന്ന് പറയാം ഇന്നത്തെ ദിവസം. അപ്പോൾ ഈ ശാസ്ത്രം കൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ ഈ ഭഗവത്ഗീത എന്തിനാ പഠിക്കണത്? ഇതിനിടയ്ക്ക് കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ ചോദിച്ചു, എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്? അപ്പോൾ ഈ ശാസ്ത്രം കൊണ്ടുണ്ടാകുന്ന പ്രയോജനം പരമപദപ്രാപ്തിയാണ് എന്നാണ്. അപ്പൊ സംസാരത്തിൽ നിന്നും, അതായത് ഈ ദുഃഖങ്ങളിൽ നിന്നും, ജീവിതം വളരെ ദുഃഖകരമാണ് അല്ലെ, എന്നും വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എണീറ്റു രാത്രി 10 മണി വരെ ഒരു ദിവസം എത്രയധികം കാര്യങ്ങളാണ് നാം ചെയ്യുന്നത്. മനസ്സൊരിക്കലും അടങ്ങിയിരിക്കുകയില്ല, ശരീരവും അടങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഉത്സാഹിനാം പുരുഷസമൂഹം വൈദുലക്ഷ്മി എന്നാണ്. ആഗ്രഹ സാമർഥ്യത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്നവന് എന്തൊക്കെയോ സാധൂകരിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സർവകർമ്മ സന്യാസപൂർവമായിട്ടുള്ള ആത്മജ്ഞാന നിഷ്ഠാരൂപമായ ധർമാചരണം കൊണ്ടുണ്ടാകുന്നതായ ഏത് ആത്മജ്ഞാനത്തെ സ്വീകരിക്കലാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തിൽ നിന്നുമുള്ള നിവൃത്തി? സംസാരത്തിൽ നിന്നും നിവൃത്തി. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, സഹിധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദനേ എന്നാണ്. എന്താണ് സഹിധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദനേ? ബ്രഹ്മണ ബ്രഹ്മപദവിയെ, പദവേദന ആ പദവിയെ പ്രാപിപ്പിക്കാൻ എന്ത്? സുപര്യാപ്തമായിരിക്കുന്നത്, ധാരാളം മതിയാകുന്നത് എന്താണ്? സഹിധർമ്മ, ആത്മജ്ഞാന നിഷ്ഠാരൂപമായ ധർമ്മം മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പിന്നീടും പറയുന്നുണ്ട്, എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് അർജുനോട് പറഞ്ഞു കൊടുക്കുന്നു. സകല ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എന്നെ തന്നെ ശരണം പ്രാപിച്ചാലും എന്നാണ്. അങ്ങനെ ഈ പ്രവൃത്തി ലക്ഷണമായ ധർമ്മം ലൗകികമായ അഭ്യുദയത്തെ കൊടുക്കുന്നതും ഞാൻ പറഞ്ഞു. എല്ലാ വർണ്ണാശ്രമികൾക്കും വർണ്ണം ഏത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ദേവസ്ഥാന പ്രാപ്തിക്ക്, കാരണം ഒരു ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവ് അതിനെക്കുറിച്ച് നാം പഠിച്ചു വരുന്നുണ്ട്. ഇത് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം അനുസരിച്ച് ആത്മാവ് അതിനുവേണ്ടിയുള്ള കർമ്മങ്ങളിലേക്ക് എത്തുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രദ തസ്മാത് വൈദിക ധർമ്മമാർഗപരതാത് വിദ്വത്തം അസ്മാത് പരം എന്നാണ്. അപ്പോൾ ഒരു ആത്മാവ് വീണ്ടും ജനിക്കുകയും വീണ്ടും മരിക്കുകയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടണം എങ്കിൽ എന്താണ്? ഒരു ദുർലഭം ത്രയമേവൈത ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയാൻ. ഒരു മഹാപുരുഷനെ ആശ്രയിക്കുക. നമ്മൾ അതുതന്നെയാണ് ശങ്കരാചാര്യ സ്വാമികളെ ആശ്രയിച്ച് ശങ്കരകൃതികളെ പഠിച്ച് ഈ ജീവൻ മുക്തി നേടുവാൻ ശ്രമിക്കുന്നത് എന്നാണ്. അപ്പോൾ ഗീതാശാസ്ത്രം എന്ന് പറയുന്നത് എന്താ പറയുക, നിശ്രേയസ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയസ്സിന് ഉണ്ടാകുന്ന ഈ പറഞ്ഞ നമ്മൾ പ്രവൃത്തി ലക്ഷണം എന്നും നിവൃത്തി ലക്ഷണം എന്ന് പറഞ്ഞ 2 ധർമ്മങ്ങളെയാണ് മുഖ്യമായി പ്രതിപാദിക്കുന്നത്. വാസുദേവൻ എന്ന പരബ്രഹ്മം എന്ന് പറയുന്ന ആ പരമാർത്ഥ തത്വത്തെയാണ് ഇതിൽ വിശേഷിച്ചും പറയുന്നതെന്നാണ്. അപ്പം ഗീതാശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? സാക്ഷാൽ അർത്ഥജ്ഞാനം കൊണ്ട് നമ്മളത് പരിപാലിച്ചാൽ പുരുഷാർത്ഥ സിദ്ധി ഉണ്ടാകുന്നു എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് വളരെ കാര്യമായിട്ട് ഗഹനമായിട്ട് അത് പഠിക്കുവാൻ ശ്രമിക്കാം. അപ്പൊ ഇവിടുത്തെ എന്താണ് വിഷയം? ഒറ്റ ചോദ്യം ചോദിച്ചാൽ എന്താണ് ഈ വിഷയം? പരബ്രഹ്മമാകുന്നു എന്നാണ്. അപ്പൊ ഗീത പഠിച്ചാൽ എന്താ പ്രയോജനം? മുക്തി. ഈ സംസാരത്തിൽ നിന്ന് നിവൃത്തി.
ഇച്ഛിക്കുന്നവർക്ക് ഗീതാശാസ്ത്രം പഠിക്കാം എന്നുള്ളതാണ്. ഇന്നൊരല്പം നേരം എടുത്തു, എന്നാലും നമുക്കിനി മുമ്പോട്ട് കടക്കാം. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? ഈ കാലദേശങ്ങൾക്ക് മുഴുവൻ അതീതമായി സ്ഥിതി ചെയ്യുന്ന, കാലദേശങ്ങളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള എന്തോ 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 ഉണ്ട് അല്ലേ? നമ്മൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞ ഒരു കോസ്മിക് എനർജി എന്ന് പറയുന്നുണ്ട്. ആ എന്തോ എന്ത് എന്നുള്ളത് എന്താണ്? ആദ്യന്തരഹിതമാണ്. അതിന് ആദ്യമില്ല, അന്തവുമില്ല. അത് തന്നെയാണ് നമ്മുടെ കയ്യും കാല് ഇങ്ങനെ മുതലായ കർമ്മേന്ദ്രിയങ്ങൾ, നമ്മുടെ ശ്രോത്രം, ത്വക്ക്, അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്ന ഇന്ദ്രിയങ്ങൾ, ഇവയെല്ലാം പ്രവർത്തിപ്പിക്കുന്നതാണ്. ഈ എന്തോ എന്ത് എന്നുള്ളതാണ് ബ്രഹ്മം. അതാണ് ഞാൻ പറഞ്ഞ പരമമായ വിഷയം എന്ന് പറയുന്ന വാസുദേവനായ പരബ്രഹ്മമാണ്. അപ്പൊ ഈ ബ്രഹ്മത്തെ കർമ്മങ്ങൾ കൊണ്ടോ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ബുദ്ധി കൊണ്ടോ അറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോ ഈ സൃഷ്ടിയില് ലക്ഷോപലക്ഷം ജീവജാലങ്ങളുണ്ട്. ഏതാണ്ട് 84 ലക്ഷം സ്പീഷീസ് ഉണ്ടെന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വരാം. അതിൽ തന്നെ 4 ലക്ഷത്തോളം മനുഷ്യജീവികളുണ്ടത്രേ. എന്നിരുന്നാൽ പോലും ഈ വളരെ കുറച്ചു പേർക്ക് മാത്രം, മനുഷ്യർക്ക് മാത്രമേ, നേരത്തെ പറഞ്ഞു ദുർലഭം ത്രയമേവ ഇതത് ദൈവാനുഗ്രഹ ഹേതുകം. ഏതൊക്കെ? മനുഷ്യത്വം, മുമുക്ഷത്വം, മഹാപുരുഷ സംശ്രയ, മനുഷ്യനായിട്ട് ജനിക്കാൻ പറ്റുക, പിന്നീടോ ഇതേപോലെയുള്ള മഹാപുരുഷന്മാരെ ആശ്രയിച്ച് മുമുക്ഷത്വം കിട്ടുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട്, വ്രതങ്ങൾ, ശരീരത്തെ ദ്രോഹിച്ച് വ്രതങ്ങളൊന്നും തന്നെ എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് സമയം അധികരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഗീതയുടെ മാഹാത്മ്യത്തിലോട്ട് ഇനി കടക്കാം. അപ്പോൾ അപ്പൊ ഇന്ന് കുറച്ച് സമയം തരിക, ഒരു 10-20 മിനിറ്റ് കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് എല്ലാം സ്ട്രക്ചേർഡ് ആണ്. അപ്പോൾ ഗീതയുടെ മാഹാത്മ്യം പറയുന്നത് വരാഹ പുരാണത്തിലാണ് കേട്ടോ. അപ്പൊ ഗീതയുടെ മാഹാത്മ്യത്തിൽ പറയുന്നത് ഭൂമിദേവി ചോദിക്കുകയാണ്. ഭൂമിദേവി സാക്ഷാൽ ഭഗവാനോട് ചോദിക്കുന്നതായിട്ടാണ്. ഭഗവാൻ പരമേശാന ഭക്തിരവ്യഭിചാരിണി പ്രാരബ്ധം ഭുജ്യമാനസ്യ കഥം ഭവതി ഹേ പ്രഭോ. ഭഗവാൻ പരമേശാന, ഭഗവാൻ, അല്ലയോ ഭഗവാനെ. ആരാണ് ഭഗവാൻ? അണിമാ മഹിമാ ജൈവ. നാം പറഞ്ഞു, ഭഗവാനോട് ചോദിച്ചു. പരമേശാന, പരമേശാൻ, ഈശാന സർവഭൂതാനാം, ഈശ്വര സർവദേവാനാം, സർവദേവന്മാർക്കും ഈശ്വരനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ എന്നാണ് പരമേശാന. അങ്ങനെ സർവേശ്വരനും സമർത്ഥനുമായിരിക്കുന്ന അല്ലയോ ഭഗവാനെ. ഭക്തിരവ്യഭിചാരിണി എന്നാണ്. ആർക്ക്? പ്രാരബ്ധം ഭുജ്യമാനസ്യ. ഈ പ്രാരബ്ധകർമ്മത്തിൽ, ഈ സംസാര ലോകത്തിൽ ജീവിച്ച് സകല ദുഃഖങ്ങളും അനുഭവിച്ച് പ്രാരബ്ധങ്ങളെല്ലാം കഴിച്ച്, കാരണം ജന്തുക്കൾക്ക് സഞ്ചിത പാപം കർമ്മങ്ങളും എല്ലാം കൂട്ടത്തിൽ ഒന്നിച്ചാ വരുന്ന കോപ്പി പേസ്റ്റ് ആണ് മനുഷ്യന്റെ ജീവിതം എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. അങ്ങനെ പ്രാരബ്ധകർമാനുസരണമായിരിക്കുന്ന ബഹുവിധ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്ന ഒരാൾക്ക് ഭക്തിരവ്യഭിചാരിണി, ഭഗവാനിൽ എങ്ങനെയാണ് ഒരു അചഞ്ചലമായ ഭക്തി ഉണ്ടാകുക എന്ന് ഭൂമിദേവി ഭഗവാനോട് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത്, പ്രാരബ്ധം ഭുജ്യമാനോ ഹി ഗീതാഭ്യാസരത സദാ സമുക്ത സസുഖീ ലോകേ കർമ്മണാനോപലിപ്യതേ. പ്രാരബ്ധ ഭുജ്യമാനോ ഹി, പ്രാരബ്ധത്തെ ഭുജ്യം അനുഭവിക്കുന്ന, ഭുജിക്കുക കഴിക്കുക, എന്താ അനുഭവിക്കുക, പ്രാരബ്ധത്തെ അനുഭവിക്കുന്നവൻ ആരായിരുന്നാലും ഗീതാഭ്യാസരത സദാ, സദാ എല്ലായ്പ്പോഴും തന്നെ അവൻ നിരന്തരം ഗീതയെ അഭ്യസിക്കുന്നവനായിരുന്നാൽ എന്താണ്? സമുക്ത സ്വസുഖീ ലോകേ കർമ്മണ നോപലിപ്യതേ, അയാൾക്ക് സുഖമുണ്ടാകും, മുക്തനായി തീരും. ഈ ലോകത്തില് ജന്മത്തിൽ നിന്നും, പുണ്യപാപങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നുമെല്ലാം രക്ഷ നേടുന്നു. കർമ്മങ്ങളിൽ നിന്നും രക്ഷ നേടുക എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ പ്രതിഫലനങ്ങളിൽ, അതിന്റെ ഫലങ്ങളിൽ നിന്ന് രക്ഷ ഉണ്ടാകുന്നു എന്നാണ്. കർമ്മങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ജന്മത്തിന് കാരണമായിട്ട് വരികയില്ല എന്നർത്ഥം. പൂർവ്വജന്മകൃതമായിരിക്കുന്ന പ്രാരാബ്ധം അനുഭവിച്ചു കഴിയുന്നു എന്നർത്ഥം. ഇനിയൊരു ജന്മത്തിന് കാരണമായിട്ടുള്ള കർമ്മഫലമില്ലാതെ വരും എന്നാണ്. പിന്നീടും പറയുന്നു, മഹാപാപാതി പാപാനി ഗീതാധ്യാനം കരോതി ചേത് ക്വചിൽ സ്പർശം ന കുർവന്തി
നളിനീദലമമ്പുവത്. എന്താണ് ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ചു തന്നിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ മഹാപാവങ്ങളായ യാതൊരു പാപവും അദ്ദേഹത്തെ സ്പർശിക്കുന്നില്ല. എങ്ങനെ താമരയുടെ ഇതളുകളിൽ ഇങ്ങനെ വെള്ളം കിടക്കുന്ന പോലെയാണെന്നാണ്. എവിടെയെങ്കിലും സ്പർശിക്കുമോ? അതൊരിടത്ത് ഇരിക്കുമോ? ഇങ്ങനെ ഇളകിക്കൊണ്ടേ ഇരിക്കും, ഒരിടത്ത് പിടിച്ചു നിൽക്കില്ല, അത് അങ്ങ് പിന്നെ ചാടിപ്പോവുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നീട് ഗീതാമഹാത്മ്യത്തിൽ വീണ്ടും വരാം. ഇതിൽ പറയുന്നത് ഗീതായ പുസ്തകം എത്ര എത്ര പാഠ പ്രവർത്തതേ എന്നാണ്. എന്താണ് ഗീതായ പുസ്തകം എത്ര എത്ര പാഠ പ്രവർത്തതേ തത്ര സർവാണി തീർത്ഥാനി പ്രയാഗാദീനി തത്ര വൈ. ഗീതായ പുസ്തകം എത്ര എത്ര പാഠ, ഗീതാപുസ്തകം എത്ര എത്ര എവിടെ എവിടെയൊക്കെ ഉണ്ടോ, പാഠ പ്രവർത്തതേ പഠിക്കുന്നുണ്ടോ. അപ്പൊ ഗീതാപുസ്തകം എവിടെയെല്ലാം ഉണ്ടോ, ഗീതാപാഠം എവിടെയെല്ലാം നടക്കുന്നുണ്ടോ, അവിടെയെല്ലാം തന്നെ തത്ര സർവാണി അവിടെയെല്ലാം തന്നെ തീർത്ഥാനി പ്രയാഗാദീനി തത്ര വൈ എന്നാണ്. അവിടെയെല്ലാം തന്നെ പ്രയാഗ മുതലായ സർവ്വതീർത്ഥങ്ങൾ. പ്രയാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർത്ഥരാജനാണ് അല്ലേ? ഗംഗയുടെയും യമുനയുടെയും സരസ്വതിയുടെയും, സരസ്വതി ഭൂമിക്കടിയിലാണ്, സരസ്വതിയുടെയും സംയോജനമായിരിക്കുന്ന സ്ഥലമാണ് പ്രയാഗ. പിന്നെ ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി എന്നാണ്. ഇങ്ങനെയുള്ള എല്ലാ പുണ്യതീർത്ഥങ്ങളും അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഗീതായ പുസ്തകം എവിടെയെല്ലാം ഗീതാപുസ്തകമുണ്ടോ, എവിടെയെല്ലാം ഗീതാപാഠം നടക്കുന്നുണ്ടോ, അവിടെ പ്രയാഗ മുതലായിരിക്കുന്ന സർവതീർത്ഥങ്ങളും പിന്നീടോ സർവദേവതകളും അവിടെ സർവദേവതാരൂപത്തിൽ ഈ തീർത്ഥങ്ങളെല്ലാം തന്നെ ആ സ്ഥലത്തുണ്ട് എന്നർത്ഥം, എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. പിന്നീടോ പിന്നെയും പറയുന്നു സർവേ ദേവാശ്ച ഋഷയോ യോഗിന പന്നഗാശ്ചയേ ഗോപാല ഗോപികാവാപി നാരദോദ്ധവപാർഷദൈ സഹായോ ജായതേ ശീഘ്രം യത്ര ഗീതാ പ്രവർത്തതേ. നോക്കൂ, ആ ഗീതാപാഠം നടക്കുന്ന ദിക്കില് എല്ലാ ദേവന്മാരും സർവേ ദേവാശ്ച ഋഷയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഗിന പന്നകാശ്ചയ. അപ്പോ ഗീതാപാഠം നടക്കുന്ന ദിക്കില് എല്ലാ ദേവന്മാരും ഋഷികളും യോഗികളും സർവദേവതകളും ഗോപാലന്മാര് ഗോപികള് നാരദര് ഉദ്ധവര് ഇവരെല്ലാം തന്നെ തൻ്റെ ഭഗവത് ഭക്തന്മാരോടുകൂടി പാഠകർത്താവ് ഇത് കേൾക്കുവാനായിട്ട് അവിടെ എത്തി. ഈ പഠിക്കുന്നവരെയും ഗീത പഠിക്കുന്നവരെയും ഗീത പഠിപ്പിക്കുന്നവരെയും അനുഗ്രഹിക്കുന്നു എന്നാണ്. അനുഗ്രഹിക്കുവാൻ വേണ്ടി അവിടെ സന്നിധാനം ചെയ്യുന്നു എന്നാണ് ആ ശ്ലോകം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഗീതാപഠനത്തിൻ്റെ ഗുണം പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും അനുഗ്രഹിക്കാനായിട്ട് സർവേ ദേവാശ്ച ഋഷയോ യോഗിന പന്നഗാശ്ചയേ ഗോപാല ഗോപികാവാപി നാരദോദ്ധവപാർഷദൈ സഹായോ ജായതേ ശീഘ്രം യത്ര ഗീതാ പ്രവർത്തതേ എന്നാണ്. പിന്നീടോ യത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വീ നിവസാമി സദൈവ ഹി. അപ്പോ അല്ലയോ ഭൂമിദേവി, എത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം, എവിടെയൊക്കെയാണോ ഗീത പഠിക്കുന്നത്, അർത്ഥവിചാരങ്ങൾ നടക്കുന്നത്, പാഠം ശ്രവിക്കുന്നത് ഏതേത് ദിക്കിൽ നിന്നുണ്ടാകുന്നു, അവിടെ എല്ലാം തന്നെ എന്താണ്? സാക്ഷാൽ ഞാൻ ഭഗവാൻ അവിടെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നീട് ഞാൻ അല്പം വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, കാരണം സമയം കൊണ്ട് കേട്ടോ. പിന്നീട് പറയുന്നു, ഭഗവാൻ പറയുന്നുണ്ട് ഗീതാശ്രേ അഹം തിഷ്ഠാമി ഗീതാമേവോത്തമം ഗൃഹം ഗീതാജ്ഞാന ഉപാശ്രിത്യ ത്രീം ലോകാൻ പാലയമ്യഹം എന്നാണ്. എന്താണ്? ഗീതയെ ആശ്രയിക്കുന്നവർക്ക് അവരിൽ ഞാൻ വസിക്കുന്നു. ഗീത എൻ്റെ തന്നെ ഭഗവാനായ എൻ്റെ ഉത്കൃഷ്ട ഭവനമാണ് എന്നാണ്. അപ്പോൾ ഗീതയിൽ ഞാൻ പ്രകാശിപ്പിച്ചിരിക്കുന്ന ജ്ഞാനത്തെ ആശ്രയിച്ച് ആണ് ഞാൻ 3 ലോകങ്ങളെയും സംരക്ഷിക്കുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. ഗീതാമേ പരമോ വിദ്യ ബ്രഹ്മരൂപാന സംശയ അർത്ഥമാത്രാക്ഷരാ നിത്യ സാ നിർവാച്യ പദാത്മിക
അപ്പൊ ഗീത എന്ന് പറയുന്നത് എൻ്റെ തന്നെ പരമജ്ഞാന സ്വരൂപമാണ്. അതിനാൽ ബ്രഹ്മസ്വരൂപമാണ്. ഗീതയിലെ ഒരു അർത്ഥമാത്രമായ ഓരോ അക്ഷരങ്ങളും നിർവചിക്കാൻ പറ്റത്തില്ല, എന്നാൽ പോലും നാശരഹിതമാണ്. അർത്ഥം അറിയാൻ പോലും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നാശരഹിതമാണെന്ന് പറയുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. പിന്നീട് ഭഗവാൻ പറയുന്നു, യോ അഷ്ടാദശ ജപേ നിത്യം നരോ നിശ്ചലമാനസ ജ്ഞാനസിദ്ധിം സലഭതേ തതോ യാതി പരം പദം. ഏതൊരു മനുഷ്യനാണോ, യോ ആരാണ്, അഷ്ടാദശ ജപേ നിത്യം, അഷ്ടാദശം 18 അധ്യായങ്ങളും നിത്യം ജപേ നിത്യം നിത്യം ജപിക്കുന്നത്, നരോ നിശ്ചലമാനസ ചഞ്ചലചിത്തനായ മനസ്സിനെ യാതൊരു ചാപല്യവുമില്ലാതെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്, മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ആരാണോ എല്ലാ ദിവസവും തന്നെ 18 അധ്യായങ്ങളും പഠിക്കുന്നത്, ജ്ഞാനസിദ്ധിം സലഭതേ തതോ യാതി പരം പദം. അങ്ങനെയുള്ള ആർക്ക് പൂർണ്ണമായ സായുജ്യം ലഭിക്കുന്നു, സാക്ഷാൽ വിഷ്ണു പദമുണ്ടാകുന്നു എന്നാണ്. വിഷ്ണു പദത്തെയാണ് നാം ആഗ്രഹിക്കേണ്ടത്, ആ മോക്ഷം ലഭിക്കുന്നു. പിന്നീടോ പാഠേ സമർത്ഥ സമ്പൂർണ തതോ അർത്ഥം പാഠമാചരാത് തഥാ ഗോദാനജം പുണ്യം ലഭതേനാത്ര സംശയം. പഠേ അസമർത്ഥ സമ്പൂർണ. അപ്പോൾ പൂർണ്ണമായിട്ട് 18 അധ്യായങ്ങളും വായിച്ച് പഠിക്കുവാൻ സാധിക്കുന്നില്ല എല്ലാ ദിവസവും അസമർത്ഥനാണെങ്കിൽ, പഠേ അസമർത്ഥ സമ്പൂർണമായിട്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്ക് തതോ അർത്ഥം പാഠമാചരേ. അർത്ഥം വെച്ചാൽ പകുതി. അപ്പോൾ എത്രയാണ്? 9 അധ്യായങ്ങൾ. അങ്ങനെ 9 അധ്യായങ്ങൾ വായിക്കുവാൻ പറ്റിയാൽ എന്താ ലഭിക്കുന്നത്? തഥാ ഗോദാനജം പുണ്യം ലഭതേന അത്ര സംശയം. ഗോമൂല്യദാനം ചെയ്യുന്നതിൻ്റെ പുണ്യമാണ് എന്നാണ്. എന്താണ് ഈ ഗോമൂല്യദാനത്തിൻ്റെ പ്രത്യേകത? ഗോ എന്ന് പറഞ്ഞാൽ ഗോമാതാവാണ്. അപ്പോൾ അത് നല്ല പശുക്കളെ ദാനം ചെയ്യണം എന്നാണ്. കഠോപനിഷത്ത് പഠിച്ചവർക്കും കേട്ടവർക്കും അറിയാം. നമ്മൾ വജിശ്രവസിൻ്റെയും നചികേതസിൻ്റെയും കഥയുണ്ടല്ലോ. അപ്പോൾ ഗോദാനത്തിൽ കിട്ടുന്ന എന്തൊക്കെയാണ് പുണ്യം കിട്ടുന്നത്? പാപം നശിക്കുന്നു, പാപക്ഷയം, പൂർവകർമ്മമായിരിക്കുന്ന സകല പാപങ്ങളും നശിക്കുന്നു, പിതൃക്കൾക്ക് തൃപ്തിയുണ്ടാകുന്നു. വൈതരണി, മരിച്ചു കഴിയുമ്പോൾ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്തൊരു നദി കടക്കണം എന്നാണ് വൈതരണി എന്ന് പറയുന്നത്. അത് കടക്കാൻ വലിയ പാടാത്രേ, വേദനാജനകമാണ് എന്നാണ്. ആ വൈതരണി കടക്കുവാൻ സഹായിക്കുന്നു. പിന്നീടോ ദീർഘായുസ് ഉണ്ടാകുന്നു, സ്വർഗലോകം, ആത്മാവിന് മുക്തി കിട്ടുന്നു, സ്വർഗലോകം പുണ്യലോകത്തിലെത്തുന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് കൃഷി, ധനം, സന്തതി വർധനങ്ങൾ, ഇങ്ങനെയെല്ലാം മഹായജ്ഞങ്ങൾ നടത്തുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു ഗോദാനം കൊണ്ടുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പിന്നീടോ ഇനി അത് മാത്രമല്ല, ഇനിയിപ്പോൾ പകുതി അധ്യായം 18 പഠിക്കണമെങ്കിൽ പറഞ്ഞു 18 വയ്യ 9 പറ്റുള്ളൂ. ഇനി 9 വയ്യാന്ന് വെക്കുക. ത്രിഭാഗം പാഠമാനസ്തു ഗംഗാസ്നാനഫലം ലഭേത് ഷഡംശം ജപമാനസ്തു സോമയാഗഫലം ലഭേത്. എന്താണ്? ത്രിഭാഗം പാഠമാനസ്തു, ത്രിഭാഗം പഠമാനസ്തു ഗംഗാസ്നാനഫലം ലഭേത്. ഇനി 6 അധ്യായം പഠിക്കാൻ പറ്റുള്ളൂ എന്ന് വയ്ക്കുക. 18 പറ്റണില്ല, 9 പറ്റണില്ല, 6 പറ്റണുള്ളൂ ദിവസം. എന്നാൽ എന്താ ഉണ്ടാവുക? ഗംഗാസ്നാനഫലം ലഭേത്. എന്താ ഗംഗാസ്നാനത്തിൻ്റെ ഗുണം? പാപക്ഷയം, മനഃശാന്തി, പിതൃതൃപ്തി, ഭക്തിവർദ്ധന, പിന്നീട് മോക്ഷത്തിന് വേണ്ടിയുള്ള മോക്ഷപ്രാപ്തിക്ക് അത് നയിക്കുന്നു, സഹായിക്കുന്നു എന്നാണ്. ഇനി അതും പറ്റുന്നില്ലെങ്കിലോ ഷഡംശം ജപമാനസ്തു സുമയാഗഫലം ലഭേത്. 3 അധ്യായം വെച്ച് ജപിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് വെക്കുക. ഏത്? 18 പറ്റുന്നില്ല, 9 പറ്റുന്നില്ല, 6 പറ്റുന്നില്ല, ഇനി 3 പറ്റുന്നുള്ളൂ. എന്നാൽ സോമയാഗഫലം എന്നാണ്. എന്താണ് സോമയാഗം ചെയ്താലുള്ള ഫലങ്ങൾ? ധർമ്മം കിട്ടുന്നു, ധർമ്മം ലഭിക്കുന്നു, അതിൻ്റെ പുണ്യങ്ങൾ മുഴുവൻ സിദ്ധിക്കുന്നു, ദേവതാപ്രീതികൾ ഉണ്ടാകുന്നു. അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളം മഴയുണ്ടാകുന്നു, സമൃദ്ധി, ഐശ്വര്യം, മനഃശുദ്ധി, കീർത്തി, സ്വർഗലോകം ഇവയെല്ലാം ഉണ്ടായിത്തീരുന്നു എന്നാണ്. ഇനി ഇതും പറ്റുന്നില്ലെങ്കിലോ അധ്യായം, ഇനി ഇതും പറ്റുന്നില്ലെങ്കിൽ ഏകാധ്യായം തുയോ നിത്യം, ഒറ്റ അധ്യായം, ഏകാധ്യായം തുയോ നിത്യം പഠതേ ഭക്തി സംയുത രുദ്രലോകമവാപ്നോതി ഗുണോ ഭൂത്വാവസേച്ചിരം.
ഏകാധ്യായം ഇത്രയൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഒരധ്യായം മാത്രമേ ഗീത പഠിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് വെച്ചാൽ ദേഹാവസാനത്തില് ശരീരം ദേഹി വിയോഗം, മനസ്സ് നശിക്കുന്നില്ല എന്ന് നാം അങ്ങോട്ട് പഠിക്കുന്നുണ്ട്, ആത്മാവ് നശിക്കുന്നില്ല എന്ന്. ആ ആത്മാവ് രുദ്രലോകത്തിൽ പ്രവേശിക്കുന്നു എന്നാണ്. ഏകാധ്യായം തുയോ നിത്യം പഠതേ ഭക്തി സംയുത രുദ്രലോകമവാപ്നോതി ഗണോ ഭൂത്വാവസാചിരം എന്നാണ്. അപ്പോൾ അവസാന കാലത്ത് ആത്മാവ് വിട്ടുപോകുമ്പോൾ രുദ്രലോകത്തിൽ എത്തുന്നു എന്നാണ്. ഇനി അതും വയ്യെങ്കിലോ അധ്യായം ശ്ലോകപാദം വാ നിത്യം യാ പഠവേ നര സയാതി നരനാം യാവമന്വന്തരം വസുന്ധരേ. ഇനി അധ്യായം ശ്ലോകപാദം വാ, ഇനി ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലേ, ഒരധ്യായം, ഏക അധ്യായമോ അല്ലെങ്കിൽ ഒരു ശ്ലോകമോ അല്ലെങ്കിൽ ഒരു പാദമോ, ആരാണോ നിത്യവും ഭഗവത്ഗീത അങ്ങനെ പഠിക്കുന്നവൻ, അയാൾ ഒരു മന്വന്തരം അവസാനിക്കുന്നത് വരെ, ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ ഒരു മനുവിൻ്റെ കാലഘട്ടം നമ്മൾ പഠിച്ചു, 4,38,000 കോടി വർഷങ്ങൾ എത്രയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മന്വന്തരത്തിലേക്ക് നമുക്ക് കടക്കാം. പിന്നീട് 17 ചതുർയുഗമാണ്. അങ്ങനെയുള്ള കാലം മനുഷ്യനായി തന്നെ ജീവിക്കും എന്നാണ്. മനുഷ്യനായിട്ട്, കാരണം ഇപ്പോഴത്തെ ജീവിതം വിട്ടാൽ അടുത്ത യോനി എന്താണെന്ന് നമുക്കറിയില്ല. അത് ഇദ്ദേഹം എഴുതിയിട്ടില്ല, ഈച്ച ചത്തൊരു പൂച്ചയായിത്തീരുന്നു എന്ന് പൂന്താനം എഴുതിയിട്ടുണ്ട്. അപ്പൊ കർമ്മഗുണം കൊണ്ട് മാത്രമേ അടുത്ത ജന്മത്തിൽ എന്തായി തീരുന്നു എന്നുള്ളതുള്ളൂ. മനുഷ്യജന്മം കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, മോക്ഷം നേടുവാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഈ കർമ്മങ്ങളിൽ നന്മകളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഭഗവത്ഗീത ഒരു ശ്ലോകമോ ഒരു പദമോ ചൊല്ലിയാൽ പോലും മന്വന്തരം, ഒരു 17 ചതുർയുഗകാലം എന്തായിട്ട് ജനിക്കുന്നു, മനുഷ്യനായിട്ട് തന്നെ ജനിക്കുന്നു. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. വിഷ്ണുപദത്തിൽ എത്തുവാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ഈ ആത്മാവിന് മുക്തിക്കുള്ള ഇതുണ്ടാകുന്നു എന്നാണ്. അപ്പോ ഈ എന്താണ് നമ്മൾ ഗീത പഠിക്കുമ്പോൾ ഗീതാർത്ഥം ധ്യായതേ നിത്യം, ഗീതയുടെ അർത്ഥം ധ്യായതേ നിത്യം കൃത്വാ കർമാണി ഭൂരിശ ജീവൻ മുക്ത സവിജ്ഞേയോ ദേഹാന്തേ പരമം പദം എന്നാണ്. അപ്പൊ അനേകമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഗീതാർത്ഥം ധ്യായതേ നിത്യം കൃത്വാ കർമാണി ഭൂരിശ, അവൻ ജീവൻ മുക്തനാണ് എന്ന് ധരിച്ചു കൊള്ളണം എന്നാണ്. ഗീതത്തെ അർത്ഥമറിഞ്ഞ് നിത്യവും ജപിച്ചു കൊണ്ടിരിക്കുന്നവൻ ഏതെങ്കിലും വരികൾ, നമ്മൾ പറഞ്ഞു 18 അധ്യായങ്ങളോ 9 അധ്യായങ്ങളോ 6 അധ്യായങ്ങളോ ഇനി 3 അധ്യായങ്ങളോ ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ശ്ലോകമോ ഒരു പദമോ, അങ്ങനെ ഗീതാർത്ഥം ധ്യായതേ നിത്യം അർത്ഥമറിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആള് ജീവൻ മുക്തനാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നീട് അയാൾക്ക് എന്ത് പറ്റും, ദേഹദേഹ വിയോഗത്തില് പൂർണ്ണമായ പരമപദം ലഭിക്കുന്നു എന്നാണ്. അപ്പോ അവസാനം ഇതിൽ പറയുന്നത് ഏതന്മാഹാത്മ്യ സംയുക്ത ഗീതാഭ്യാസം കരോദിയ സ്വതൽഫലമവാപ്നോതി ദുർലഭം ഗതിമാപ്നുയാത്. ഏതന്മാഹാത്മ്യ സംയുക്ത ഗീതാഭ്യാസം കരോദിയ സ്വതൽഫലമവാപ്നോതി ദുർലഭം ഗതിമാപ്നുയാത്. അപ്പൊ ഈ മാഹാത്മ്യത്തോടു കൂടി, ഗീതയുടെ ഈ മാഹാത്മ്യം, ഇന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്, ഈ ഗീതയുടെ മാഹാത്മ്യത്തെ അറിഞ്ഞുകൊണ്ട്, ഇത് വരാഹപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഏതന്മാഹാത്മ്യ സംയുക്തം, ആരാണോ ഈ മാഹാത്മ്യ സംയുക്തത്തോടു കൂടി ഗീതയുടെ മാഹാത്മ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് ഗീതാഭ്യാസം കരോതിയ, ഗീതയുടെ അഭ്യാസം ചെയ്യുന്നത്, സതൽ ഫലമവാപ്നോതി, അതിന് നല്ല ഫലങ്ങൾ എന്താണ്, ദുർലഭം ഗതിമാപ്നുയാതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് പരമഗതിയെ എന്ന ഫലത്തെ തന്നെ പ്രാപിക്കുന്നു, മറ്റൊരു മോശമായ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സനാതനമായിരിക്കുന്ന ഗീതയുടെ ഈ മാഹാത്മ്യം ഇതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഗീതാപഠനമാണ് നമുക്കിനി ഉണ്ടാവേണ്ടത്. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് വേണം ഗീത പഠിക്കുവാൻ എന്നാണ് വരാഹപുരാണത്തിൽ പറയുന്നത്. പിന്നെ ഈ ഒരു കാര്യമുണ്ട്, സാധാരണ മന്ത്രങ്ങളെല്ലാം ചൊല്ലുമ്പോൾ തന്നെ ഗീതയെ മന്ത്രമായിട്ട് കണ്ടുകൊണ്ട്, കാരണം അത് നമ്മൾ പൂർണ്ണമായിട്ട് ജപിക്കുമ്പോൾ അതിന് ഒരു ഛന്ദസ് പതിവുണ്ട്. അപ്പോൾ ഛന്ദസ് എന്ന് പറഞ്ഞാൽ അതതിൻ്റെ മീറ്ററാണ്. അതായത് ഇത് പറയുന്നത് ഓം അസ്യ ശ്രീ ഭഗവത്ഗീത മാലാ മന്ത്രസ്യ ഭഗവൻ വേദവ്യാസോ ഋഷി എന്നാണ്. അപ്പോൾ എഴുതിയിരിക്കുന്ന വേദവ്യാസനായ ഋഷിയെ ഓർത്തുകൊണ്ട് അനുഷ്ടുപ് ഛന്ദ, അനുഷ്ടുപ്പ് എന്ന് പറയുന്ന വൃത്തത്തിലാണ്. പിന്നീടോ ശ്രീകൃഷ്ണ പരമാത്മാ ദേവത, ആ ശ്രീകൃഷ്ണനായ പരമാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ദേവതയെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും സാധാരണഗതിയിൽ
എന്താ ചെയ്യുന്നത്, ഈ കരതലങ്ങൾ, അംഗന്യാസങ്ങൾ, ദേഹന്യാസങ്ങൾ, ദേഹശുദ്ധി, ആത്മാരാധന, ഇതെല്ലാം പതിവുണ്ട്, എല്ലാ പൂജകൾക്കും ഉള്ളതാണ്. അപ്പോൾ അതിനെല്ലാം തന്നെ ഓരോ രീതികളുണ്ട്. പക്ഷെ ഇതെല്ലാം ഇതായിട്ട് ഇതിനൊരു ബീജമുണ്ട്. ഇത് എവിടുന്ന് തുടങ്ങി ഈ ഭഗവത്ഗീത എന്നുള്ളതാണ്. അതാണ് ബീജം. അത് തുടങ്ങുന്നത് അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാതാം സഭാഷയേ എന്നാണ്. അർജുനൻ കേവനാണ് എന്ന് നടിച്ചുകൊണ്ട് മണ്ടത്തരം വിളിച്ചു പറഞ്ഞു കേട്ടോ, അശോച്യാനന്വശോചസ്ത്വം. കാരണം പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. എന്നിട്ട് നീ പണ്ഡിതനായി നീ പ്രജ്ഞാവാദം സഭാഷയെ, പ്രജ്ഞ നഷ്ടപ്പെട്ടവനായിട്ട് സംസാരിക്കുന്നല്ലോ എന്ന് ഭഗവാൻ പറയുകയാണ്. അതാണ് ഇതിൻ്റെ ബീജം. അവിടെ നിന്നാണ് ഭഗവാൻ തുടങ്ങുന്നത്. പക്ഷേ അത് ബീജം തുടങ്ങുമ്പോഴും എന്താണ്, ശക്തിയുണ്ട്. എന്താണ് ഭഗവാൻ ഇത് ഒരു ശക്തി ആയിട്ട് എവിടെ നിന്നാണ് ഉണ്ടാവാനുള്ള ശക്തി? കൃഷ്ണൻ പറയുന്നു, സർവധർമാൻ ഭഗവാൻ തന്നെ പറഞ്ഞു, എന്താണ്, സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ. എന്നെ തന്നെ പരിപാലിക്കുക, എന്നിൽ തന്നെ നീ നിലയുറപ്പിക്കുക. അതാണ് ശക്തി. എന്നോട് ശ്രദ്ധിക്കുക. കാരണം എന്താണ്, അർജുനൻ പറഞ്ഞു ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ ഭഗവാനെ പൂർണ്ണമായിട്ട് മറ്റൊരു ശരണമില്ല, അന്യഥാ ശരണം നാസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതുണ്ടായത് എന്നാണ്. പിന്നീട് ഒരു കീലകമുണ്ട്. എന്തെല്ലാം ഒന്ന് ഉറപ്പിച്ചു വെക്കുന്നണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു വെക്കുക. അത് ആ കീലകം എന്ന് പറയുന്ന മന്ത്രങ്ങളിലൊക്കെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമമൊക്കെ ചെയ്യുമ്പോൾ കണ്ടു കാണും. ആ കീലകം എന്ന് പറയുന്ന അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഭഗവത്ഗീതയിലോട്ട് കടക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും ഇനി ഭഗവത്ഗീതയെ നമ്മൾ പഠിക്കുന്ന ദിവസങ്ങളിൽ ആദ്യമായിട്ട്, എനിക്കറിയാം ഇന്നൊരല്പം സ്പീഡ് കൂടിപ്പോയി, കാരണം സമയം ഇങ്ങനെ കിടക്കുന്നു. സുരേഷ് ഏട്ടൻ്റെ മുഖം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദ മൈൻഡ് ഇസ് ഇൻ എ ഡിസൻറ്റഗ്രേറ്റഡ് മോഡ് എന്നാണ്. മനസ്സ് അവിടെ ഇവിടെയെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും ഓടി നടക്കുകയാണ്, വളരെ ഡിസൻറ്റഗ്രേറ്റഡ് ആണ്. ആ മനസ്സിനെ ഏകാഗ്രമായിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞു ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ഇത് പരമമായ ജ്ഞാനമാണ്, മോക്ഷത്തിനുള്ള ജ്ഞാനമാണ്. അപ്പോൾ ഇതൊന്നല്ല, ഈ സനാതനധർമ്മത്തിലുള്ള എല്ലാം തന്നെ നമ്മൾ എന്ത് പുണ്യകാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രാർത്ഥന പതിവുണ്ട്. എന്തിന്? ആ മനസ്സിനെ ഒന്ന് ഏകീകരിക്കുകയാണ്, ക്രോഡീകരിക്കുകയാണ്, മനസ്സിനെ ശാന്തി ആക്കുകയാണ്. മനസ്സിനെ അവിടെ ഇവിടെയും പതറാതെ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായി ഏകാഗ്രവാനായിട്ട് നിന്നുകൊണ്ട് ഭക്തിയോടുകൂടി, നമുക്ക് എല്ലാത്തിനും ഭക്തിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, ദൈവതാസ്ഥാനങ്ങളാണ് പഞ്ചഭൂതങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥനകൾ. അങ്ങനെ നമ്മൾ പ്രാർത്ഥനകൾ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ 8-9 പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് നമ്മൾ പ്രാർത്ഥനകൾ പഠിക്കുന്നു. അതാണ് അടുത്ത ക്ലാസ്സിൽ. അതിനുശേഷം എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും 3-4 ശ്ലോകങ്ങൾ, ആ ശ്ലോകം ഞാൻ 2 പ്രാവശ്യം ചൊല്ലും. അതിൻ്റെ വാച്യാർത്ഥം പറഞ്ഞു തരും, വാക്യാർത്ഥം പറഞ്ഞു തരും, വ്യംഗ്യാർത്ഥം പറഞ്ഞു തരും. എന്തെങ്കിലും ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഇതുണ്ടെങ്കിൽ അത് പറയാം. പിന്നീട് എല്ലാവരും മ്യൂട്ട് ചെയ്ത് നാം എല്ലാവരും ഒന്നിച്ച് 2-3 തവണ ചൊല്ലി നോക്കുക. അതിനുശേഷം ആരെങ്കിലുമൊക്കെ ചൊല്ലാൻ പറയുക. ഇങ്ങനെ ആയിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ. 30 മിനിറ്റ് 45 മിനിറ്റ് മാക്സിമം. ഇന്നത്തെ പോലെ 1 മണിക്കൂർ എടുക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീതയെ നാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഭഗവത്ഗീതയുടെ തുടക്കമായിട്ട് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇതൊരു പ്രഭാഷണമല്ല, ഭഗവത്ഗീതയെ പരിചയപ്പെടുത്തലാണ്. എന്തിനാണ് ഭഗവത്ഗീത പഠിക്കുന്നത് എന്ന മാഹാത്മ്യത്തോടു കൂടി ഭഗവത്ഗീത പഠിച്ചാൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സാക്ഷാൽ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെയും എൻ്റെ മാതാവിൻ്റെയും പാതാരവിന്ദങ്ങളിൽ മാധവോ മാധവോ വാക്യം മാധവോ മാധവോ ഹരി സ്മരന്തി സാധവോ നിത്യം സർവകാര്യേഷു മാധവം. ജയശങ്കര മഹാത്രിപുരസുന്ദരേ നമഃ. സുരേഷ് വളരെ സന്തോഷം ജയശങ്കി. നമ്മുടെ ആദ്യത്തെ ക്ലാസ്, ഈ 3ാമത്തെ സെഷനിലെ ഭഗവത്ഗീതയെ സംബന്ധിച്ച ആദ്യത്തെ ക്ലാസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ സാധാരണ എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ക്ലാസ് 8 മണി മുതൽ ഈ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും
എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സത്സന്ധികളും പ്രഭാഷണ പരമ്പരകളും എല്ലാം ഉണ്ട്. ഈ ഗ്രൂപ്പുകളിൽ ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകൾ കിട്ടും. എല്ലാവരും എല്ലാ പരിപാടികളുമായി സഹകരിക്കുക. നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ വാങ്ങാം. ജയ് ശങ്കര. ശുഭരാത്രി നേരുന്നു. ജയശങ്കര. 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 പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംശയമായിട്ട് വരുന്നവർക്ക് ആ സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ രീതിയിൽ പറയാനുണ്ട് അതൊക്കെ പറയാൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജ്ഞാനികളായുള്ളവർക്ക് ഇതിനെ തിരസ്കരിക്കാനും പലതും ഉണ്ടാവാം. പക്ഷെ പഠിതാക്കൾക്കായ ആർക്കും പിഴവുണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും എൻ്റെ ഉദ്യമം. ജയശങ്കര. ജയശങ്കര.